ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നൊരു സന്തോഷമുള്ളൊരു കാര്യം പറയാനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിനു മുമ്പ് നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കഴിയുന്നത് വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുതായിട്ടൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിൽ. എന്താണെന്ന് വെച്ചാൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് പിന്നെ മാക്സി ഡ്രസ്സ് അതുപോലെ സ്ട്രാപ്പ് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ട് തുടങ്ങിയതൊന്നുമല്ല കേട്ടോ. ഞാൻ എനിക്കായിട്ട് തന്നെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് അത് സ്റ്റാറ്റസൊക്കെ ഇട്ടപ്പോൾ പിന്നെ കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും ചെയ്ത് നോക്കാമെന്ന് അങ്ങനെ തുടങ്ങിയതാണ്. ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ കുറച്ച് ആൾക്കാരെ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ അത് ചെയ്ത് കൊടുക്കണം. ഇനി അങ്ങോട്ടും ഓർഡർ വരുമെന്ന് ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്റ്റിച്ചിങ്ങൊക്കെ അറിഞ്ഞിട്ടും ഇതുപോലെ ഒന്നും ചെയ്യാതിരിക്കുന്നവരുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, എന്നാലും ഒന്നും തുടങ്ങാതിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ആദ്യം തന്നെ ഒരുപാട് ഓർഡർ വരണമെന്നൊന്നുമില്ല. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഒന്ന് ക്ഷമിച്ചിട്ട് കിട്ടുന്ന ചെറിയ ചെറിയ ഓർഡറൊക്കെ ആദ്യം ചെയ്ത് കൊടുത്ത് നോക്കുക. അടുത്തുള്ളവർക്കും മക്കൾക്കൊക്കെ ആയിട്ട് ചെയ്ത് കൊടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് കസ്റ്റമർ അങ്ങനെ വന്നോളൂ. നമ്മൾ ചെയ്ത് തുടങ്ങാനാണ് എന്താ പറയുക, തുടങ്ങാനുള്ള ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. നമ്മൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ അങ്ങനെ വന്നോളും. അപ്പം ആർക്കെങ്കിലും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ ഈ ചാനൽ കൊണ്ട് ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിലാണെങ്കിലും പിന്നെ ബിസിനസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കാൻ മറക്കണ്ട. എന്താണെന്ന് വെച്ചാൽ എന്നോട് ചോദിക്കുക, കമൻ്റായിട്ടൊക്കെ ചോദിക്കുക. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. പിന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എന്നെ അറിയുന്നതായാലും ഫാമിലിയിലുള്ളവരായാലും പിന്നെ എൻ്റെ ബിസിനസ്സിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കസ്റ്റമർ ആര് കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ യൂട്യൂബിൽ ഇപ്പോൾ ഇതുപോലെ സബ്സ്ക്രൈബറൊക്കെ കുറച്ച് കയറി വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി മുമ്പോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇതുപോലത്തെ ഡ്രസ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയുക. ഓൺലൈനായിട്ടും ചെയ്യുന്നുണ്ട്, കൊറിയർ അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ട്രാപ്പ് ഡ്രസ്സ് വിത്ത് ഇന്നർ ചെയ്യുന്നുണ്ട്. ഇത് ഇന്നർ ഇല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇന്നറും നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ മാക്സി ഡ്രസ്സ് ഫുൾ ഗൗണൊക്കെ അല്ല അതുപോലത്തെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലെയും ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. മെറ്റീരിയലിൻ്റെ ഫോട്ടോ കസ്റ്റമർക്ക് അയച്ചു കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ പ്രിൻ്റ് ആണെങ്കിലും ഇനി കളറാണെങ്കിലും എന്തായാലും അവരിഷ്ടപ്പെടുന്ന കളറിൽ ഇഷ്ടപ്പെടുന്ന മെറ്റീരിയലാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങളിതുപോലെ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്കിഷ്ടമുള്ള കാര്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എങ്ങനെയെന്ന് വെച്ചാൽ കുറച്ച് പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടല്ലാണ്ട് നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളുണ്ടാവില്ല, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ നമുക്ക് നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം സെലക്ട് ചെയ്തിട്ട് അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെയ്ത വർക്കിൻ്റെ ഫോട്ടോ പിന്നെ അതുപോലെ വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റാറ്റസ് ഇടാനും പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇടാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരുപാട് കസ്റ്റമറെ കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ അറിയുന്നവർ തന്നെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്ന മറ്റുള്ളവർ അറിയണമെങ്കിൽ ഇതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടാലല്ലേ എല്ലാവരും അറിയുള്ളൂ. അപ്പോൾ അതുപോലെ ഫോട്ടോ ആയാലും വീഡിയോ ആയാലും ഒക്കെ നമ്മൾ ചെയ്ത് ചെറിയ വർക്കാണെങ്കിൽ പോലും അത് പരസ്യമായിട്ട് അങ്ങനെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക.
എൻ്റെ ബിസിനസ്സൊക്കെ അധികവും ആളുകൾ അറിയാൻ തുടങ്ങിയത് അങ്ങനെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ പുറത്തൊന്നും പോകാത്ത ഒരാളാണ്. പുറത്ത് പോവുക, പുറത്തുള്ളവരോട് ഓവർ സംസാരം കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളാണ്. വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ വാട്സപ്പിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറി സ്റ്റാറ്റസൊക്കെ ഇടുമ്പോഴാണ് പുറത്തുള്ളവരൊക്കെ ഞാനിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയൽ. ഞാൻ അതിന് പരമാവധി ശ്രമിക്കാറുണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ രീതിയിലൊക്കെ എനിക്ക് അറിയുന്ന രീതിയിൽ പരസ്യമൊക്കെ പോലെ ആക്കിയിട്ട്, അതുപോലെ ഇപ്പോൾ കസ്തൂരി മഞ്ഞളായാലും ഹെന്ന ആയാലും പിന്നെ എന്തെങ്കിലും സ്റ്റിച്ചിങ്ങിൻ്റെ വർക്ക് എന്തെങ്കിലും ചെയ്തതായാലും ഒക്കെ ഞാൻ ഇതുപോലെ സ്റ്റാറ്റസ് ഇടും. എന്ത് ചെറിയ വർക്കാണെങ്കിലും ഞാൻ സ്റ്റാറ്റസ് ഇടും. എനിക്ക് സന്തോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഞാനത് ചെയ്തത് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നെ ഞാനത് സ്റ്റാറ്റസ് ഇടാനായിട്ട് ശ്രദ്ധിക്കും. അപ്പം ഒരുപാട് ആൾക്കാർ അങ്ങനെ ചോദിക്കും കേട്ടോ. ഞാനത് സ്റ്റാറ്റസ് ഇട്ടാൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും. എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതാണോ അതോ പുറത്തുനിന്ന് വാങ്ങിയതാണോ എന്നൊക്കെ ഉള്ളത് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് അധികം പൈസ ഇറക്കാണ്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് ബിസിനസ്സുകളുണ്ട് കേട്ടോ. കയ്യിൽ ആദ്യം പൈസ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കുകയാണെങ്കിലും പിന്നെ പൈസ ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റിയ ഒരുപാട് ബിസിനസ്സുകളൊക്കെ ഉണ്ട്. ഞാൻ ചെയ്ത 2-3 കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഒരു രൂപ പോലും ഞാൻ ആദ്യം എൻ്റെ കയ്യിൽ എടുക്കാനില്ലാണ്ടാണ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നൈറ്റി ബിറ്റ് ഇറക്കിയത് മാത്രം ഞാൻ ആദ്യം. അത് പിന്നെ ബിറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും ഷോപ്പിൽ പോയി ബിറ്റ് എടുക്കുമ്പോൾ നമ്മൾ പൈസ കൊടുക്കണമല്ലോ. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് ബിസിനസ്സുകളുണ്ട് നമുക്ക് പൈസ ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇപ്പോൾ ഇത് തുടങ്ങിയതായാലും എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം പൈസ കസ്റ്റമറോട് ഇട്ട് തരാൻ പറഞ്ഞിട്ടാണ് നമ്മൾ മെറ്റീരിയൽ എടുക്കാൻ പോകുന്നതും പിന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതൊക്കെ. അത് ഫുള്ളായിട്ടല്ല, അഡ്വാൻസായിട്ട് കുറച്ച് പൈസ ആദ്യം വാങ്ങിയിട്ട് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവർക്ക് അയച്ച് കൊടുക്കുമ്പോൾ ബാക്കി ഫുള്ളായിട്ടുള്ള പൈസ വാങ്ങും. അങ്ങനെയാണ് ഇപ്പോൾ ഇത് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്ക് നമുക്ക് കഴിയുന്നതും പെർഫെക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ നോക്കുക. എന്താ പറയുക, ആദ്യം നമുക്ക് ഉള്ളത് ചെയ്തിട്ടാണല്ലോ പിന്നെ നമ്മൾ പുറത്തോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പുറത്തോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന സ്ട്രാപ്രസിൻ്റെ ഇന്നർ ലോങ് ആയിട്ടും ഷോർട്ടായിട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ മക്കൾക്കൊക്കെ ആണെങ്കിൽ ഷോർട്ട് ഇന്നർ മതിയല്ലോ. പിന്നെ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇനി വലിയവർക്കൊക്കെ ആണെങ്കിൽ ലോങ് ആയിട്ടുള്ള ഇന്നറും ചെയ്യുന്നുണ്ട്. പിന്നെ സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവാണ് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ വീട്ടിലിരിക്കുന്നവർ ഇതുപോലെ എന്തെങ്കിലും ചെറിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ തുടക്കത്തിൽ കുറച്ച് റിസ്ക് എടുക്കണമെന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നമുക്കത് വലിയ റിസ്ക് ഇല്ലാത്ത രീതിയിൽ വരും. തുടക്കത്തിൽ കുറച്ച് എഫേർട്ട് എടുക്കുക, പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടത് തോന്നില്ല. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനും ഉണ്ട് കേട്ടോ. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ.